ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 18-ാം പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും സന്തോഷമാണോ? നോമ്പിൻ്റെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതും ബൈബിൾ വായിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കൊച്ചു ചോദ്യമാണ്. ആ കൊച്ചു ചോദ്യമാണെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. വചനം എന്തിനു വേണ്ടിയാണ് വായിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം തന്നെയുണ്ട്. യോഹന്നാൻ 17:17 അതിൻ്റെ ആൻസർ. വചനമാണ് സത്യം, സത്യത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ വിശുദ്ധീകരിക്കുവാൻ തക്കവിധം വചനം വായിക്കുന്നത് ഒരു വലിയ താല്പര്യം എടുക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതിന് ലൂക്ക 24:45 നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വചനം ഹൃദയത്തിലാണ് പാകപ്പെടേണ്ടത്, വിതയ്ക്കപ്പെടേണ്ടത്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പം മനസ്സ് എല്ലാ മക്കളുടെയും തുറക്കപ്പെടാനായിട്ട്, ശ്രദ്ധിക്കുവാനായിട്ട്, വചനത്തിന് വേരുപാക്കി വളരുവാൻ തക്കവിധം ഓരോ മനസ്സും തുറക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ പ്രഭാതത്തിൽ, ഈ നോമ്പിൻ്റെ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.